വലിയ നോമ്പിൻ്റെ 5-ാം ഞായറാഴ്ചയിലെ ധ്യാനത്തിന് ആധാരമായി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 12-ാം വാക്യം. യേശു അവളെ കണ്ട് അടുക്കെ വിളിച്ചു, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. 18 വർഷമായി നിവർന്നു നിൽക്കുവാൻ നനച്ചിട്ടും കഴിയാതെ പോയ കൂനിയായ സ്ത്രീയെ ക്രിസ്തു ദൈവസന്നിധിയിൽ കണ്ടെത്തുന്നു. പള്ളിയിലായിരുന്ന പുരുഷാരത്തിൻ്റെ പിന്നിലായി ഇരിപ്പിടം പിടിച്ചിരുന്ന സ്ത്രീയെ അടുക്കെ വിളിച്ച് വീണ്ടെടുപ്പ് നൽകിയ ദൈവപുത്രനെതിരെ പള്ളിയിലെ പ്രമാണി പിറുപിറുക്കുന്നു. വേല ചെയ്യുവാൻ മറ്റ് ദിനങ്ങളുണ്ടല്ലോ എന്ന വാചകത്തിന് ക്രിസ്തുനാഥൻ നൽകുന്ന നാമം കപടഭക്തി എന്നത് തന്നെ. അബ്രഹാമിൻ്റെ മകളെന്ന അഭിസംബോധനയിലൂടെ അവൾക്ക് ആത്മാഭിമാനം നൽകിക്കൊണ്ട് തമ്പുരാൻ തകർത്തെറിഞ്ഞത് വേർതിരിവുകളുടെ വേലിക്കെട്ടുകളാണ്. അവൾ ഇനി മുതൽ അപരയല്ല, നിന്റെ സഹോദരിയാണ്. അവളുടെ ശിരസ്സുയർത്തിയ ക്രിസ്തുവിൻ്റെ പ്രസ്താവന ചിലരെ നാണിപ്പിച്ചു, മറ്റു ചിലരെ സന്തോഷിപ്പിച്ചു. അത് ഇന്നും അങ്ങനെ തന്നെ. പള്ളിപ്രമാണിയുടെ മനോഭാവമുള്ള മനുഷ്യർക്കായി ക്രിസ്തു നൽകുന്ന ആലോചന: നിനക്കിത് വെറും വേലയായിരിക്കാം, എന്നാൽ ശിരസ് കുനിഞ്ഞുപോയ ജീവിതങ്ങളുടെ വീണ്ടെടുപ്പ് സ്വർഗത്തിൻ്റെ സ്വപ്നമാണ്. ശിരസ് കുനിഞ്ഞുപോയ ജീവിതങ്ങളുടെ വീണ്ടെടുപ്പ് സ്വർഗത്തിൻ്റെ സ്വപ്നമാണ്.